ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽ-അസാസിൻ്റെ 2ാം എഡിഷനിൽ ഉലൂമുൽ ഖുർആനിലും ഉലൂമുൽ ലുഗയിലും വ്യത്യസ്തമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുന്ന വിജ്ഞാനവേദിയിലെ ആദ്യ സെഷനിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന വിഷയം പരിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണം, വ്യാഖ്യാനങ്ങളും വസ്തുതകളും എന്നതാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായ പാരായണം ചെയ്യൽ തന്നെ അള്ളാഹു തആല ഇബാദത്താക്കിയ സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ, മർത്തബയിൽ നിൽക്കുന്ന, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാഹിത്യത്തിനും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ, ഒരാൾക്കും അതിന് തത്തുല്യമായത് കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത രീതിയിൽ മനുഷ്യരെ മുഴുവനും അശക്തമാക്കിയ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൻ്റെ ക്രോഡീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആനിനെ അതിൻ്റെ ആയത്തിൻ്റെ തെർത്തീബും സൂറത്തിൻ്റെ തെർത്തീബും അനുസരിച്ച് നാം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ആ ഖുർആനിനെ സ്വഹാബത്ത് മാറ്റിയെടുത്ത, അവർ ക്രോഡീകരിച്ച ചരിത്രത്തെയാണ്. ആമുഖമായി ആദ്യം തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണത്തെ 2 ഘട്ടമായി നമുക്ക് വേർതിരിക്കാം. ഒന്ന്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് 23 വർഷം കൊണ്ട് ഖുർആൻ ഈ ഭൂമിയിലേക്ക് റസൂലുള്ളാഹി തങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഉള്ള ഒരു കാലഘട്ടം, മുമ്പ് പരിശുദ്ധ ഖുർആനിന് നടന്ന ജംഉം അതിൻ്റെ ശേഷം പരിശുദ്ധ ഖുർആനിന് നടന്ന ജംഉം. ഭൂമിയിലേക്ക് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിൻ്റെ മുമ്പ് ഖുർആനിന് 2 ജംഉ, നമുക്ക് 2 ജംഉ നടന്നതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. ആദ്യമായി തന്നെ ഖുർആൻ അള്ളാഹുവിൻ്റെ നഫ്സിയായ കലാമായ സിഫത്ത്, ഖദീമത്തായ അസലിയായ സിഫത്തായ ലഫ്ളുകളില്ലാത്ത, സൗത്തുകളില്ലാത്ത ആ പരിശുദ്ധമായ ഖുർആൻ അത് ലൗഹുൽ മഹ്ഫൂദിലേക്ക് അവതരിപ്പിച്ചു. ആ സമയത്ത് ലൗഹുൽ മഹ്ഫൂദിൽ ഇനി നടക്കാനിരിക്കുന്നതും ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനും ഇന്നു കാണുന്ന അതേ തർത്തീബ് പ്രകാരം തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സുയൂത്തി ഇമാം ഇത്ഖാനിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ് എന്ന് പരിശുദ്ധ ഖുർആൻ അതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. 2ാമത്തെ ജംഉ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1ാം ആകാശത്തിലുള്ള മലായിക്കത്തിലേക്ക്, സഫറത്തായ കതബത്തായ മലായിക്കത്തിലേക്ക് ഇംലാ ചെയ്തു കൊടുക്കുകയും അവരതിനെ സുഹുഫുകളിൽ എഴുതുകയും അത് ബൈത്തുൽ ഇസ്സയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതൊക്കെ ആ അവതരണത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ 2 അവതരണങ്ങളും ഒറ്റഘട്ടമായിക്കൊണ്ട്, ഈ 2 ജംഉം ഒറ്റഘട്ടമായിക്കൊണ്ടാണ്, ഘട്ടങ്ങളല്ലാതെ ഒറ്റ പ്രാവശ്യമായിക്കൊണ്ടാണ് ഈ 2 ജംഉം നടന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. 23 വർഷങ്ങളെ കൊണ്ട് അവതരണം നടന്ന ആ സമയത്ത് നടന്ന ജംഇനെ നമുക്ക് വീണ്ടും 2ആയി തരംതിരിക്കാം. ഒന്ന് സുതൂറുകളിലുള്ള ജംഉം, ഒന്ന് സുദൂറിലുള്ള ജംഉം. ഹൃദയങ്ങളിൽ ഹിഫ്ള് കൊണ്ടുള്ള ജംഉ പരിശുദ്ധ ഖുർആനിന് നടന്നിട്ടുണ്ട്. മറ്റൊന്ന് സുതൂറുകളിൽ, വരികളിൽ കിതാബത്ത് കൊണ്ടുള്ള ജംഉം പരിശുദ്ധ ഖുർആനിന് നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തിൽ ആ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനുള്ള അതിയായ ആഗ്രഹം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ജിബ്രീൽ ഓതിക്കൊടുക്കുന്ന സമയത്തന്നെ നബിതങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ അതിൽ നിന്നൊന്നും ഫൗത്തായി പോകരുത് എന്ന, നഷ്ടപ്പെട്ടു പോകരുത് എന്ന അതിയായ ആഗ്രഹം കൊണ്ട് ജിബ്രീൽ ഓതിക്കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രയാസപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജന ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. നിങ്ങൾക്ക് ആ ഖുർആനിനെ ഹൃദയത്തിൽ നാം അതിനെ ജംഅ ചെയ്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ ഖുർആനിനെ പൂർണ്ണമായി കൊണ്ടും ആദ്യമായി ഹിഫ്ളിൽ ജംഅ ചെയ്തു. അത് ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ റമളാനിലും ആ റമളാൻ വരെ അവതരിച്ച എല്ലാ ആയത്തുകളും അതിനെ നാസിഖ് മൻസൂഖാത്തുകളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിനെ വേർതിരിച്ചുകൊണ്ട് എല്ലാ റമളാനിലും ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുകയും നബിതങ്ങൾ ജിബ്രീൽ ഓതിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു അറള് എല്ലാ റമളാനിലും നടക്കാറുണ്ട്. അത് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ആ വർഷത്തിൽ 2 അറള് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും പരിശുദ്ധ ഖുർആനിനെ ഓതിക്കൊടുത്ത് ആ രീതിയിൽ ഒരു ജംഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഹിഫ്ളായി കൊണ്ട് ഒരു ജംഅ നടന്നിട്ടുണ്ട്. അത് ഇന്ന് കാണുന്ന അതേ തർത്തീബ് പ്രകാരം തന്നെ. മാത്രമല്ല ധാരാളം സ്വഹാബത്തും ആ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിനെ ജംഅ ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഖുലഫാഉൽ അർബഅയും അതുപോലെ തന്നെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ട് ധാരാളം സ്വഹാബത്തും ഖുർആനിനെ ജംഅ ചെയ്തിട്ടുണ്ട്. അത് ഹിഫ്ള് കൊണ്ടുള്ള ജംഅാണ്. ഇനി കിതാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിതങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ശേഷം നടന്ന കിതാബത്ത് കൊണ്ടുള്ള ജംഇനെ നമുക്ക് 3 ഘട്ടമാക്കിയിട്ട് വേർതിരിക്കാൻ സാധിക്കും. അത് ഹാക്കിം തൻ്റെ മുസ്തദ്റക്കിൽ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന് 3 ജംഇ നടന്നിട്ടുണ്ട്. കിതാബത്ത് കൊണ്ടുള്ള ജംഇ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കിതാബത്ത് കൊണ്ടുള്ള ജംഇ നടന്നിട്ടുണ്ട്. ഓരോ ആയത്ത് ഇറങ്ങുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഏത് സൂറത്തിൽ, ഏതായത്തിൻ്റെ ശേഷം, ഏതായത്തിൻ്റെ മുമ്പ് എവിടെ വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യനിർദ്ദേശം നൽകുകയും അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ ജംഅ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കിതാബായ രീതിയിൽ, ഒരു വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ജംആയിരുന്നില്ല. ഇവിടങ്ങളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു കിതാബത്ത് എഴുതി വെക്കലായിരുന്നു. ഒരു ഓർഡർ പ്രകാരമായിരുന്നില്ല. ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കാലഘട്ടത്തിൽ ഒരൊറ്റ കിതാബിലായിക്കൊണ്ട് അതിന് ജംഅ നടന്നു. പിന്നീട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഒരു ജംഅ നടന്നു. നാം ജംഉൽ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ജംഉം അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ആ ജംഉമാണ്. അതാണ് നാം കൂടുതലായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നതും നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കപ്പെടുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അതിനെക്കുറിച്ച് വളരെ അധികം നമുക്ക് വേണ്ട രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും അവതരണങ്ങളും നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് മാ ശാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. സദഖല്ലാഹു മൗലാനൽ അളീം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു ثم إن علينا بيانه صدق الله مولانا العظيم. ബഹുമാന്യരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, വളരെ ചെറിയ ഒരു
ഓട്ടപ്രദക്ഷിണമാണ് ഞാൻ ഈ വിഷയമായി നടത്തുന്നത്. ഒന്ന് സമയം അല്പം താമസിച്ചു, മറ്റൊന്ന് ഞാൻ കുറേയേറെ പ്രസംഗിക്കുന്നതിനേക്കാൾ ഫലപ്രദം നിങ്ങളിങ്ങനെ വയത് കേട്ട് പോയാൽ പോരല്ലോ. ഞാനൊരു ആമുഖം പോലെ ചില കാര്യങ്ങൾ പറയും, ബാക്കി വിഷയകമായി നിങ്ങൾ സംശയം ചോദിച്ച് അങ്ങനെ ആ സംശയത്തിന് നിവാരണം എന്ന നിലക്ക് വിവരിക്കുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ നാഫിയായ നിലക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഖുർആനിന് ഒരുപാട് ജമ്പുണ്ടായിട്ടുണ്ട്. ഖുർആൻ എന്നാൽ എന്താണ്? അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ്. ഹഖീഖത്തൻ ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ സിഫത്തായ കലാമാണ്. ആ സിഫത്തായ കലാമിനാണ് ഹഖീഖത്തൻ ഖുർആൻ എന്ന് പറയുന്നത്. അതാണ് ഹഖീഖിയായ ഖുർആൻ. അവിടെ പിന്നെ ജംഅ് തഫറുഖ് എന്ന വ്യത്യാസം ഇല്ല. കാരണം അവിടെ ഹർഫോ സൗത്തോ തർത്തീബോ ഒന്നുമില്ല. അതൊരൊറ്റ സിഫത്താണ്. അള്ളാഹുവിൻ്റെ ദാത്ത് മുത്തഫരീദായതുപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ട ഓരോ സിഫാത്തുകളും മുത്തഫരീദാണ്. കലാം എന്ന് പറയുന്ന ഒരൊറ്റ സിഫത്താണ്. അതിൽ തർത്തീബില്ല, തഅദ്ദുദില്ല, തഖദ്ദുമു തഅഖുറില്ല, ഹർഫില്ല, സൗത്തില്ല, ഒന്നുമില്ല. എന്നാൽ ഖുർആനു ശരീഫാവുന്ന അള്ളാഹുവിൻ്റെ ഈ കലാമിനെ അവൻ്റെ വേണ്ടുക പ്രകാരം അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ലോഹുൽ മഹ്ഫൂദിൽ അല്ലാഹു തആല ജമ്മ് ചെയ്തു. അവിടെ എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിയായ ഖദീമായ മുത്തഫരിദായ സിഫ്ത്ത് എന്നതിൽ നിന്നിട്ട് മാറി ആ സിഫ്ത്തിൻ്റെ മേൽ ദലാലത്ത് ചെയ്യുന്ന നളമ് ആയി മാറി. ഇത് ഹഖീഖത്തൻ ഖുർആൻ തന്നെയാണ്. പക്ഷേ ഹഖീഖിയായ കലാമല്ല, ഹഖീഖത്തൻ കലാം. രണ്ടും തമ്മിൽ വ്യത്യാസം അറിയൊക്കെ മുത്തഅല്ലിമീങ്ങളാണല്ലോ തിരിയും. ഹഖീഖത്തൻ കലാം അല്ലാഹു നഫ്സിയ സിഫ്താണ് ഹഖീഖിയായ കലാം എന്ന് പറയുന്നത്. അതേ സമയത്ത് ഈ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഖുർആനിനെ പറ്റി അള്ളാഹുവിൻ്റെ കലാം എന്നോ ഖുർആനോ എന്നോ പറയുന്ന ഹഖീഖത്തിന് മജാസല്ല. അവിടെ ഖുർആൻ മുറത്തബാണ്, മജ്മുഅാണ്. ലൗഹുൽ മഹ്ഫൂദിൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള 114 സൂറത്തുകൾ മുറത്തബായി മജ്മുഅായിട്ടാണുള്ളത്. ഇനി ഈ ലൗഹുൽ മഹ്ഫൂദിൽ മജ്മുഅായ മുറത്തബായ ആ ഖുർആനിനെയാണ് അല്ലാഹു തആല റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദ്റിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന ആയത്തിലൂടെ ഈ ഫാത്തിഹ കൊണ്ട് തുടങ്ങി ഖുൽ അഊദു ബിറബ്ബിന്നാസ് കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന 114 സൂറത്ത് ഉൾക്കൊള്ളുന്ന മജ്മുഉം മുറത്തബുമാകുന്ന ഈ ഖുർആൻ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കപ്പെട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളൊക്കെ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ ഇബ്തിദാ എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറക്കാൻ തുടങ്ങി എന്നൊരർത്ഥം പറഞ്ഞവരുണ്ട്. ഇഖ്റയിലെ ആദ്യത്തെ 5 ആയത്തുകൾ മാത്രമേ അന്ന് ഇറക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല. ലൗഹുൽ മഹ്ഫൂദിൽ മജ്മുഉം മുറത്തബുമാവുന്ന ആ ഖുർആനാവുന്ന കിതാബ് അത് അതേ നിലക്ക് മജ്മുഉം മുറത്തബുമായ നിലക്ക് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കപ്പെട്ടു.
ഈ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് പിന്നീട് അല്ലാഹു തആലാന്റെ കൽപ്പന പ്രകാരം 23 കൊല്ലം കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചിലപ്പോൾ ഒരു സൂറത്ത് മുഴുവനായി, ചിലപ്പോൾ ഒരായത്ത്, ചിലപ്പോൾ 5 or 10 ആയത്ത്, ചിലപ്പോൾ ഒരായത്തിലുള്ള ഒരു കെലിമത്ത്, ഇങ്ങനെ 23 വർഷം കൊണ്ട്, ആദ്യത്തെ 3 വർഷം നുബുവത്തിൻ്റെ വർഷമാണ്. അക്കാലത്ത് കൂടുതലായൊന്നും ഖുർആൻ ഇറങ്ങിയിട്ടില്ല. 20 വർഷം റിസാലത്തിൻ്റെ വർഷമാണ്. നിരന്തരമായ ഖുർആൻ ഇറങ്ങൽ തുടങ്ങിയത് ഈ റിസാലത്തിൻ്റെ വർഷങ്ങളിലാണ്. മറ്റേതിൽ എണ്ണപ്പെട്ട 3 or 4 സൂറത്തുകളാണ് ആ സമയത്ത് നുബുവത്തിൻ്റെ ആദ്യ 3 വർഷങ്ങളിൽ അവതരിച്ചത്. ഏതായാലും ഈ അവതരിക്കുന്നത് ഒരായത്തിറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതില്ലല്ലോ, അത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. എഴുതാതിരിക്കുക എന്ന് പറയുന്നത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. ലോകത്തുള്ള മുഴുവൻ ഉലൂമിൻ്റെയും ആഴക്കടലാവുന്ന മഹത്തായ ഖുർആനും അത് ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഉലൂമുകളും എല്ലാം കൊണ്ട് നിറക്കപ്പെട്ടതോടുകൂടി സാധാരണ ശൈലി അക്ഷരാഭ്യാസത്തിലൂടെയാണ് ജ്ഞാനം നേടൽ. അതാണ് ആദിയാത്തുൽ തരീഖ്. അക്ഷരാഭ്യാസമില്ലാതെ ആർക്കെങ്കിലും ഇൽമ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഖർഖുൽ ആദത്താണ്. മഹാനായ ഇബ്നു സബ്ബാഹ് റളിയല്ലാഹു തആല അൻഹു, അലിയുൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ ഉമ്മികളായിരുന്നു. പക്ഷേ അവർക്കറിയാത്ത ഒരു ഇൽമും ഉണ്ടായിരുന്നില്ല. ഇബ്നു സബ്ബാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സബ്ബിഹിസ്മിന് കീഴ്പ്പെട്ടുള്ള സൂറത്ത് കാണാതെ ഓതാൻ അറിയും. അക്ഷരം നോക്കിയിട്ട് വായിക്കാൻ അറിയാത്ത ഉമ്മിയായിരുന്നു. പക്ഷേ മഹാനവറുടെ ഹദ്റത്തിൽ വെച്ചിട്ട് എത്ര പ്രശസ്തരായ കാര്യങ്ങളും ഖുർആൻ ഓതുമ്പോൾ തജ്വീദിൻ്റെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഖത്ത് പറ്റിയാൽ ഉടനെ തംബീഹ് ചെയ്യും. അങ്ങനെയല്ല ഖുർആൻ ഓതേണ്ടത്, അത് അവരുടെ കറാമത്താണ്. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുഅ്ജിസത്താണ്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ. പിന്നെ വൽ ഫിൽ ജാഹിലിയ്യത്തി തദീബി ഫിൽ യതീമി. യതീമായി ജാഹിലിയക്കാലത്തുള്ള യതീമായിട്ട് അദബ് ശീലിക്കുകയും അക്ഷരാഭ്യാസമില്ലാതെ വിജ്ഞാനത്തിൻ്റെ മദീനയാവുകയും ചെയ്യും. അങ്ങനെ മദീനത്തുൽ ഇൽമ എന്നാണ് പറഞ്ഞത്. ഈ മദീനത്തുൽ ഇൽമ ആയത് മുഴുവനും അക്ഷരാഭ്യാസമില്ലാതെയാണ്. അതാണ് നബി തങ്ങളുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ട വലിയൊരു മുഅ്ജിസത്താണ്. ഉമ്മിയിൽ എല്ലാ ഇൽമും നിറഞ്ഞു എന്ന് പറയുന്നു. ഇൽമ് നിറയാനുള്ള ശൈലി അക്ഷരാഭ്യാസത്തിലൂടെ വായിച്ചും എഴുതിയും പഠിച്ചുമാണ്. നബി തങ്ങളുടെ മുഅ്ജിസത്തായിട്ട് അത് ഇല്ലാതെ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതില്ല. എന്നാൽ ഖുർആൻ ഇറങ്ങിയ മുഴുവനും അക്ഷരാഭ്യാസമുള്ള വിശ്വസ്തരായ തൻ്റെ സഹാബത്തിനെ ആ പട്ടിക പരിശോധിച്ചാൽ 40 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുത്തുകാരായിട്ടുണ്ടായിരുന്നു. എപ്പോഴും 40 ആൾ കൂടെ നിൽക്കുക എന്നല്ല, മറിച്ച് ഈ എഴുത്തുകാരായ വിശ്വസ്തരായ തൻ്റെ സമീപത്ത് അപ്പോഴുള്ളവരാരാണോ അവർക്ക് ഈ ഇറക്കപ്പെട്ട ഖുർആൻ ഓതി കേൾപ്പിക്കുന്നു. ഇതിൽ വലിയ ഹിക്മത്തുണ്ട്. ആദ്യം ഓതി കേൾപ്പിക്കുന്നു. ഓതി കേൾപ്പിച്ചതിന് ശേഷം ആ സ്വഹാബി അത് എഴുതുന്നു തങ്ങളുടെ ഹവറത്തിൽ വെച്ച്. എഴുതി എഴുന്നേറ്റ് പോവല്ല. ഈ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ സ്വഹാബി ആ എഴുത്തിൽ നോക്കി ഓതി കേൾപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വട്ടം കേൾക്കുക. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിച്ചത് ഈ സ്വഹാബി കേൾക്കുന്നു, അനന്തരം അദ്ദേഹം അത് എഴുതുന്നു. ഇനി വല്ല വ്യത്യാസവും എഴുത്തിൽ വന്നോ നോക്കണമല്ലോ. ആ എഴുത്തിൽ നോക്കി ആ സഹാബി രണ്ടാമത് ഓതുന്നു. ആ ഓത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നു.
ഇതെന്നെ ശൈലിയായിരുന്നു. ഈ എഴുത്തില്ലാന്ന് വെച്ചാൽ ഈ ശൈലി തന്നെയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുവർത്തിച്ചത്. ഒരു വർഷം റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ഇറങ്ങിയ ഖുർആൻ നേരത്തെ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ചു, നബി തങ്ങൾ ഓതി പോയതാണ്. പിറ്റത്തെ കൊല്ലം വന്നിട്ട് ഈ ഒരു വർഷം വരെ ഇറങ്ങിയത്, ഈ ഒരു കൊല്ലത്തല്ല, ഒന്നാമത്തെ ഫസ്റ്റിൽ ഇഖ്റ ഇറങ്ങിയോടെ മുതൽ ഈ റമളാൻ വരെ ഇറങ്ങിയത് മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രാവശ്യം ഓതി കേൾപ്പിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടിരിക്കും. അനന്തരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ജിബ്രീൽ ഇങ്ങോട്ട് ഓതി കൊടുത്തത് ഇങ്ങോട്ട് അങ്ങോട്ട് ആദ്യം മുതൽ അവസാനം വരെ. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം തദ്രീസ് നടക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് ഓതി കേൾക്കുന്നു, തങ്ങൾ കേൾക്കുന്നു, തങ്ങൾ അങ്ങോട്ട് ഓതി കേൾപ്പിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുന്നു എന്നതുപോലെ ഓരോ ആയത്തും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാത്തിബാവുന്ന സഹാബിക്ക് ഓതി കൊടുക്കുന്നു, അദ്ദേഹം അത് എഴുതുന്നു, അനന്തരം അദ്ദേഹം ആ എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓതി കേൾക്കും. ഇങ്ങനെ ഉറപ്പിച്ച്. പക്ഷേ ഒരു ആയത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇറങ്ങുമ്പോൾ തൻ്റെ അരികെ ഉണ്ടായിരുന്ന എഴുത്തുകാരനായിരിക്കില്ല മറ്റൊരു സൂറത്ത് അല്ലെങ്കിൽ മറ്റൊരു ആയത്തിറങ്ങുമ്പോൾ. അപ്പോൾ ഇതിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് അവരെഴുതി വെക്കും. ഇനി മറ്റൊരായത്തോ മറ്റൊരു സൂറത്തോ ഇറങ്ങുമ്പോൾ ഈ 2 ആളും ആയിരിക്കില്ല അപ്പോൾ സന്ദർഭത്തിനുണ്ടാവുക, അവരെ വിളിച്ചിട്ട് എഴുതും. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഖുർആന്റെ എഴുത്ത് രൂപം പലയിടത്തും ആയിത്തീർന്നു. ഒരാളും ആദ്യം മുതൽ അവസാനം വരെ ഒരു കിതാബിലായി എഴുതി വച്ചിട്ടില്ല. കാരണം അങ്ങനെ ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ഓരോ പ്രാവശ്യവും ഇറങ്ങുന്നത് ഓതി കൊടുത്തും ഓതി കേൾപ്പിച്ചും എഴുതിയും ഉറപ്പ് വരുത്തി വെക്കുന്നു. പിന്നീട് ജംഉൽ ഖുർആനിൻ്റെ സമയത്ത് സഹാബത്ത് ചെയ്തത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് കേട്ട് ഹിഫ്ളാക്കിയ ഹാഫിളീങ്ങളെ വരുത്തി ഓദിച്ചിട്ട് മതിയാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് കേട്ട് എഴുതി വെച്ച് തിരിച്ച് ഓതി നബി തങ്ങൾ ശരിവെച്ച ആ എഴുത്തിൻ്റെ കോപ്പി കൂടി കൊണ്ടുവരിക. നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് കേട്ട അതേ ഖുർആൻ കേട്ടവർ ഓതിക്കൊടുക്കണം. നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് കേട്ട് എഴുതി തിരിച്ച് ഓതിക്കൊടുത്ത് നബി തങ്ങൾ അംഗീകരിച്ചു എന്ന് ഉറപ്പുള്ള ആ കോപ്പി കൊണ്ടുവന്നിട്ട് സാക്ഷി. കാരണം അതിന് 2 സാക്ഷിയില്ലാതെ ഖുർആൻ ജമ്മ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും ഉമറുൽ ഫാറൂഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും നടന്നിട്ടില്ല. ഇത് 2ഉം ഒരേ സമയത്ത്. അതിൽ അടിസ്ഥാനമായി എടുക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിൽ നടക്കുന്ന ഈ തദ്രീസ് ഉണ്ടല്ലോ, അർള് എന്ന് പറയുന്നത്, ആ തദ്രീസ് കേട്ട സഹാബാക്കളുണ്ട്. ജിബ്രീലിനോൽക്ക് കാണൂല, ജിബ്രീൽ ഓതുന്നത് അവർക്ക് കേൾക്കൂല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ജിബ്രീൽ അങ്ങോട്ടും ഓതിക്കൊടുക്കുന്നുണ്ട്. ആദ്യം ജിബ്രീൽ ഇങ്ങോട്ട് ഓതിക്കൊടുത്തു, എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അങ്ങോട്ട് ഓതിക്കൊടുക്കുകയാണ്. ഈ ഓതിക്കൊടുക്കുന്നത് കേട്ട ആളുകൾ അപ്പോൾ അവർക്ക് തിരിയും ഈ ഒരു കൊല്ലത്തിൽ ചില ആയത്തുകളൊക്കെ മൻസൂഖായി പോയിട്ടുണ്ട്. ഇന്ന ആയത്ത് ഇന്ന സൂറത്തിലുള്ളതാണ്, ഇന്ന സൂറത്തിൽ ഇന്ന സൂറത്ത് ഇന്ന ആയത്താണ് ആദ്യത്തത്, അടുത്ത ആയത്ത് പിന്നത്തതാണ്. ഇങ്ങനെ അതിൻ്റെ തെർത്തീബും ജമ്മും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് കേട്ട ഹാഫിളുകൾ, അതുപോലെ തന്നെ നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് കേട്ട് എഴുതിയെടുത്ത കാത്തിബുകൾ, ഇങ്ങനെ 23ാമത്തെ വർഷം നമ്മൾക്കൊക്കെ അറിയണ തന്നെ 2 പ്രാവശ്യം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മരണം എടുത്തു എന്നാണ്. കാരണം എല്ലാ കൊല്ലവും ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഒരു പ്രാവശ്യം അർള് ചെയ്യലാണ്. ഒരു പ്രാവശ്യം അർള് ചെയ്യാനും 2
ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് അർദ് ചെയ്യോ, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് അർദ് ചെയ്യുന്നു, രണ്ട്. എന്നാൽ ഈ വർഷത്തെ റമദാനിൽ എനിക്ക് ഖുർആൻ 2 പ്രാവശ്യം അർദ് ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ജിബ്രീൽ അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചും 2 പ്രാവശ്യം. വലാ അദുന്നുഹു ഇല്ലാ ഖുർബാ ജലി. ഫാത്തിമാവിനോട് പറയാം, ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മരിക്കാൻ അടുത്തായി. ഇനി ഖുർആനിൽ കാര്യമായ മാറ്റമൊന്നും വരാനില്ല. ഖുർആൻ്റെ തർത്തീബൊക്കെ കാമിലായി. മൻസൂഖായി പോകുന്നുണ്ടെങ്കിൽ അതും കാമിലായി. ഇനി കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അത് താമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ സമയമായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഫാത്തിമ ബിവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അവസാനത്തെ അർള് നേരിൽ കേട്ട സാക്ഷിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല. അദ്ദേഹത്തെ തന്നെ തെരഞ്ഞു പിടിച്ച് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല തെരഞ്ഞെടുത്ത് ഖുർആൻ കമ്മീഷനായി, ഏകാംഗ കമ്മീഷനായി നിയോഗിക്കാനുണ്ടായ കാരണം ഉലമാ പറയുന്നത്, ഈ ആഖിറുൽ അർള് വഫാത്തിൻ്റെ ആ കൊല്ലത്തെ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ അവസാനം 2 ഖത്തമോദി. അത് കേട്ട ആഖിറുൽ അർളിന് ഷാഹിദായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു. അല്ലാതെ ഹാഫിളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ചില റിവായത്തുകളിലൊക്കെ കാണാൻ നബി തങ്ങൾ വഫാത്താവുമ്പോൾ 4 ആളത്ത് ഖുർആൻ ഉണ്ടായിരുന്നു. അതൊക്കെ ചില മായനകളുണ്ട്. ആ വായന വേറെ പറയാം. യഥാർത്ഥത്തിൽ 100 കണക്കല്ല 1000 കണക്കിന് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സമയത്ത് ഹാഫിളീങ്ങളായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയണമല്ലോ. ബീറുമാവിൻ്റെ സംഭവം നമുക്കറിയില്ലേ? 7-ാം വർഷത്തിലാണ് ബീറുമാവിൻ്റെ സംഭവം ഉണ്ടാകുന്നത്. ഹിജ്റ 7-ാം വർഷം. 70 മഹാന്മാരായ സഹാബത്ത് ബീറുമാവിനയിൽ കൊല്ലപ്പെട്ടു. അവരെ പറ്റി പരിചയപ്പെടുത്തിയ എന്താ? ഖുറാ, അൽ ഖുറാ. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിസാനിൽ നിന്ന് നേരിട്ട് കേട്ട് ഹിഫ്ളാക്കിയ ഹുഫാദുൽ ഖുർആനായിരുന്നു അവർ. 70 ആൾ ഒന്നിച്ചു കൊല്ലപ്പെട്ടു. അങ്ങനെ 100 കണക്കിന് സഹാബത്ത്, ഖുലഫാഉൽ അർബഅത്ത് ഉൾപ്പെടെ 100 കണക്കിന് സഹാബത്ത് ഹാഫിളീങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് ഹിഫ്ളാക്കി ഉറപ്പാക്കിയവരാണ്. പക്ഷേ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ പുറമെ ഈ അർളിന് ഷാഹിദാണ്. പറഞ്ഞ് മനസ്സിലാക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം ഓതുന്നതും ജിബ്രീൽ വന്നിരിക്കുന്നതൊന്നും അവർക്ക് കാണൂല. അത് നബി തങ്ങൾക്കേ കാണുള്ളൂ. പക്ഷേ നബി തങ്ങൾ ഓതുന്നവർക്ക് കേൾക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ജിബ്രീൽ അർള് ചെയ്തതിൻ്റെ ശേഷം ആദ്യം മുതൽ അവസാനം വരെ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർള് ചെയ്യാണ്. ഈ അർളിന് ഷാഹിദായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നതൊക്കെ നാസിഖാണ്, ഇന്നതൊക്കെ മൻസൂഖാണ്. ഇനി മൻസൂഖായതോ തഫ്സീറോ തവീലോ ഒന്നുമില്ലാതെ പ്യൂർ ഖുർആൻ നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് ഹിഫ്ളാക്കാൻ ഭാഗ്യം കിട്ടിയ കുറേ സഹാബത്തുണ്ട്. അതിൽപ്പെട്ട യോഗ്യനും എഴുത്തുകാരനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തനുമായിരുന്നു സയ്യിദ് റളിയല്ലാഹു തആല. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നുസൂലിൻ്റെ തർത്തീബ് ഒന്ന് വേറെയാണ്. മുസ്ഹഫ് അഥവാ ഖുർആനിൻ്റെ കിതാബിൻ്റെ തർത്തീബ് ഒന്ന് വേറെയാണ്. ഏകദേശം ഈ നുസൂലിൻ്റെ തർത്തീബ് അനുകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഖുർആൻ ജംഉ ചെയ്തിട്ടുണ്ട് ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അല്ലേ? അബൂ ത്വാലിബ് ഇമാം അലിയാരെ ഖുർആൻ്റെ തർത്തീബ് ഒന്ന് വേറെ. പക്ഷേ നുസൂലിൻ്റെ തർത്തീബ് അനുസരിച്ച് ഖുർആൻ എഴുതാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഇമാം അലിയാർക്കെന്നല്ല, ലോകത്തൊരാൾക്കും കഴിയില്ല. കാരണം എന്താ? ഒരു സൂറത്ത് തന്നെ 10, 12, 13 കൊല്ലം കൊണ്ട് ഇറങ്ങിത്തീർന്നതുണ്ട്. ഒരായത്ത് മാത്രം ഇറങ്ങിയതുണ്ട്, 10 ആയത്ത് ഇറങ്ങിയതുണ്ട്. ഒരു കെലിമത്ത്, ഒരിറ്റ കെലിമത്ത്, അങ്ങനല്ലേ? ഒരു പ്രാവശ്യം ഇറങ്ങിയത് മാത്രം. ഇങ്ങനെ കെലിമത്തുകളായും ആയത്തുകളായും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതൊക്കെ പാടെ തർത്തീബായിട്ട് ഇത് എന്നതൊക്കെ ഖുർആൻ ഇവിടെ ഉണ്ടാവുക. പക്ഷേ ഏകദേശം ഒരു സൂറത്തിൻ്റെ പേര് വെച്ചിട്ട് തുടക്കം കുറിച്ച തർത്തീബ് വെച്ചിട്ട് ഇമാം അലി റളിയല്ലാഹു തആല
അതേ സമയത്ത് മഹാന്മാർ, ഇമാം ബൈഹഖി ഉൾപ്പെടെയുള്ള മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ നുസൂലിൻ്റെ തർത്തീബ് അനുസരിച്ച് ഒരു ഖുർആൻ ക്രോഡീകരിക്കാൻ ശ്രമിച്ചാൽ അതൊരു മനുഷ്യന് ഈ ലോകത്തെ എല്ലാവരും കൂടി ശ്രമിച്ചാലും സാധ്യമാവില്ല. അങ്ങനെ ഖുർആൻ ഉണ്ടാവില്ല. പിന്നെ എന്തേ കുറേ ഖുർആൻ വ്യത്യസ്തമായത്? ജമ്മ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്ന 2 കാരണം ഉണ്ടാവും. പറയും, ചുരുക്കി പറയാം. ഖുർആൻ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ തിരിഞ്ഞല്ലോ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങുന്നത് വ്യത്യസ്ത സഹാബത്താണ് എഴുതി വെക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തല്ല. എന്തേ പിന്നെ ഒരു സ്ഥലത്താണ് എഴുതി വെച്ചുകൂടായിരുന്നു? അങ്ങനെ ചോദ്യം വരും. ഒരു സ്ഥലത്ത് തന്നെയാണ് എഴുതി വെച്ചാൽ പോരെ? ഇപ്പോൾ വലിയൊരു ബുക്ക് ഉണ്ടെന്നിട്ട് ഒരു ആയത്ത് ഇറങ്ങുമ്പോൾ അപ്പോൾ അവിടെയുള്ള എഴുത്തുകാരനോട് അതിൽ എഴുതാൻ പറഞ്ഞു. അടുത്ത ആയത്ത് ഇറങ്ങുമ്പോൾ മറ്റേ ആളാണെങ്കിലും അവിടെ തന്നെ എഴുതി കൂടെ? അതിന് കാരണം ഖുർആൻ ചിലത് ഹുക്മു മൻസൂഖാവുന്നതുണ്ട്, ചിലത് ഖിറാഅത്ത് മൻസൂഖാവുന്നതുണ്ട്, ചിലത് ഒരു സൂറത്തിൽ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ ഇറങ്ങുന്ന ആയത്തുകൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ളത് കൊണ്ട് ഒന്നിച്ച് ഖുർആൻ ഒരിടത്തിൽ എഴുതി വെക്കുക എന്നത് പ്രായോഗികമായ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരു കിതാബ എഴുതില്ല, എന്നാൽ എഴുതാതെ ഒരായത്തും വിട്ടില്ല. എന്നാൽ പല എഴുത്തുകൾക്കും വന്ന അബദ്ധം, പ്രധാനപ്പെട്ട ചില ആയത്തുകൾ അവതരിക്കുമ്പോൾ അതിൽപ്പെട്ട ചില ആയത്തിലെ ചില കെലിമത്തുകളുടെ, ചില ജുംലകളുടെ മഅന മഖ്സൂദ് മനസ്സിലാകാൻ പ്രയാസമുള്ളതാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതിൻ്റെ തഫ്സീർ കൂടി പറഞ്ഞു കൊടുക്കും. ഖുർആനെ എഴുതുന്നുള്ളൂ, പക്ഷെ ഈ തഫ്സീർ കേട്ടപ്പോൾ അത് എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല, മറന്നു പോകുന്നുള്ള ആൾക്ക് അതും കൂട്ടി എഴുതി. അയാൾക്കറിയാം ഇത് തഫ്സീറാണ്. പിന്നീട് ഇത് നോക്കുന്നവർ ഇതും രണ്ടും കൂടി ഖുർആനാണെന്ന് മനസ്സിലാക്കും. രണ്ടും കൂടി ഈ എഴുതിയ ഖുർആനും അതിന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തഹ്വീലോ തഫ്സീറോ ഉണ്ടെങ്കിൽ ആ തഹ്വീലും തഫ്സീറും ഒന്നിച്ചല്ലേ എഴുതി. മറ്റൊരാൾ നോക്കുമ്പോൾ ഇതും ഖുർആനാണോ എന്ന് തോന്നും. അതുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു ഒറ്റക്കല്ല, കമ്മീഷൻ ഒറ്റക്കാണെങ്കിലും അതിൻ്റെ ലീഡർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത് ഇജ്ലിസാ അലാ ബാബിൽ മസ്ജിദ്, നിങ്ങൾ രണ്ടുപേരും മദീന പള്ളിയുടെ ആളുകൾ പ്രവേശിക്കുന്ന കവാടത്തിൻ്റെ സമീപത്തിരിക്കണം. എന്നിട്ട് അവർ രണ്ടുപേരും പരിശോധിക്കുക. എന്താ? ഖുർആന്റെ ഉലമാഇന്റെ കൂട്ടത്തിൽ സ്വഹാബകളിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിച്ചാൽ 2 അഭിപ്രായമില്ലാതെ പറയാം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ പറയല്ല, വലിയ ഖുർആൻ പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഉമറുൽ ഫാറൂഖ് വഫാത്തായ സമയത്ത് മാതൽ യൗമ തുസ്അൽ ഖുർആൻ, ഖുർആന്റെ ഉലൂമുമായി ബന്ധപ്പെട്ട 90% നമ്മളിൽ നിന്നിട്ട് പിരിഞ്ഞുപോയി. നഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിനല്ല, അതൊക്കെ അവരിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാരിഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആ ഗുരു ഖുർആനിലുള്ള ആകെ മഅലൂമാത്തുകളിൽ 90% ഉമറുൽ ഫാറൂഖിന് ഖാസായിരുന്നു. മറ്റ് പലർക്കും അവരിൽ നിന്നിട്ട് കിട്ടിയതാണ്. അത്ര വലിയ ഖുർആൻ ആലിമായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പരിശോധിച്ചുറപ്പ് വരുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിലോ ഏറ്റവും പുതിയ എഡിഷൻ നേരിട്ട് നബി തങ്ങളിൽ നിന്ന് കേട്ടതാളും. അതുകൊണ്ട് ഹാഫിളീങ്ങളുടെ ഖിറാഅത്താണെങ്കിലും ഖാതിമീങ്ങളുടെ മക്തൂബാണെങ്കിലും ഈ 2 ആളും പരിശോധിച്ചിട്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വെച്ച് എഴുതി തങ്ങളോട് വായിച്ച് കേൾപ്പിച്ച് അംഗീകാരം കിട്ടിയ കോപ്പിയാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ എഴുതിയെടുക്കുമായിരുന്നു. ഖുർആൻ തന്നെ അള്ളാഹിൻ്റെ കലാമാണ്, കുട്ടിക്കളിയല്ല. അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹ് സംരക്ഷിക്കുന്നവരെ ആ സംരക്ഷിക്കാനുള്ള ബോധം ഖുലഫാഉർ റാഷിദീൻ അള്ളാഹ് കൊടുത്തതാണ്. അതുകൊണ്ടാണല്ലോ അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി വഅദ്ദു അലൈഹാ ബിന്നവാജിദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽനോട്ടം, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മാനേജ്മെൻറ്റിൽ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല എഴുതുമ്പോൾ എത്രമാത്രം സൂക്ഷ്മത വരിച്ചിരുന്നു. അതിൻ്റെ കാരണം പലയിടത്ത് എഴുതി വെച്ചത്
ചിലതിൽ തഫ്സീറുണ്ട്, ചിലതിൽ തവീലുണ്ട്, ചിലതിൽ മൻസൂഖ് ഉണ്ട്. കാരണം എന്താ? അദ്ദേഹം എഴുതിയ സമയത്ത് അത് നിലവിലുള്ളതാണ്. പിന്നീട് അത് മൻസൂഖായിപ്പോയി. ആ വിവരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ആ വിവരം അദ്ദേഹത്തിന് കിട്ടാതെ അദ്ദേഹത്തിൻ്റെ കോപ്പിയിലുണ്ടാവും. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവസാനത്തെ അർളിൽ വായിച്ചു കേട്ട വ്യക്തിക്കറിയാം അതിൽ ഏതൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്, ഏതായി നിലവിലുണ്ട്. അത് തീരുമാനിക്കാൻ കഴിവുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവും ഒന്നിച്ചിരുന്നു കൊണ്ടാണ് ഈ രണ്ടും പരിശോധിക്കുന്നത്. ഒരേ സമയത്ത് ഹാഫിളുകളെ ഹിഫ്ള് പരിശോധിക്കും. ആ ഹിഫ്ള് ക്ലിയർ ആണെന്ന് ഉറപ്പ് വന്നു. എങ്ങനെ ഉറപ്പ് വന്നു? അവസാനത്തെ അർളിൽ നബി തങ്ങളിൽ നിന്നിട്ട് സെയ്ദ് കേട്ടതിൻ്റെ സെയിം ആണെന്ന് ഉറപ്പ് വരുത്തി. അല്ലാത്ത ഒരു ഹിഫ്ളും അവർ സ്വീകരിച്ചിട്ടില്ല. ഹിഫ്ള് സ്വീകരിച്ചെടുക്കാൻ നിർത്താതെ ചിലപ്പോൾ മനസ്സോ കൊണ്ടാവുമല്ലോ. എഴുത്തും പരിശോധിക്കും. ഈ ആയത്ത് ആരാ എഴുതി വെച്ചത്, അല്ലെങ്കിൽ ഈ സൂറത്ത് ആരാ എഴുതി വെച്ചത്, അത് കൊണ്ടെന്നാ പോരാ. ഇത് നബിതങ്ങൾ ഓതിക്കേട്ടത് എഴുതിയത് മാത്രമല്ല, എഴുതിയതിന് ശേഷം നബിതങ്ങളുടെ മുന്നിൽ വെച്ച് ഓതി കേൾപ്പിച്ചിട്ടുണ്ട് എന്ന് സാക്ഷി മുഖേന സ്ഥിരപ്പെട്ടെങ്കിൽ മാത്രം ആ എഴുത്ത് മാത്രം. എന്തിനാ അത്രയൊക്കെ ഗൗരവം? അള്ളാഹുവിൻ്റെ കലാം അള്ളാഹ് സംരക്ഷിക്കുന്നതിൻ്റെ രൂപമാണ്, അതിൻ്റെ ഗൗരവമാണ്, വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത്. അങ്ങനെ ഇപ്പോൾ ലൗഹുൽ മഹ്ഫൂദിലും ബൈത്തുൽ ഇസ്സയിലും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖിറാഅത്തിൽ നിന്നും ഹിഫ്ളിലൂടെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 114 സൂറത്ത്, 6200 ചില്ലാനം ആയത്തുകൾ, നൂറുകണക്കായ ഹാഫിളീങ്ങളുടെ ഹിഫ്ളിൽ നിന്നും നൂറുകണക്കായ കാത്തിബീങ്ങളുടെ കിതാബത്തിൽ നിന്നും 100% സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രം എടുത്തു. അങ്ങനെ ഹിജ്റ 12-ാം വർഷം ആണ്. 12-ാം വർഷം തുടക്കത്തിലും 11-ാം വർഷത്തിൻ്റെ അവസാനത്തിലും യമാമയിൽ വെച്ച് നടന്ന മുസൈലിമത്തുൽ കദ്ദാബുമായി അവൻ്റെ അനുയായികളുമായി ഏറ്റുമുട്ടിയ ഒരു യുദ്ധമാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം നേരിട്ട ഏറ്റവും കടുത്ത യുദ്ധം. ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അറാബുകളോട് പറഞ്ഞു സതുദാഉന ഇലാ ഖൗമിൻ ഉലൂ ഖുവത്തിൻ, ഇങ്ങനെ പറഞ്ഞു സതുദാഉന ഇലാ ഖൗമിൻ, ഇപ്പം നിങ്ങൾ ഞങ്ങളെ കൂടെ പോരണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഭീകരന്മാരായ ശത്രുക്കളെ നിങ്ങൾ നേരിടേണ്ടി വരും. അവിടെ നിങ്ങൾ വന്ന് ജീവാർപ്പണം നൽകാൻ തയ്യാറായി നിങ്ങൾ ദീനിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഈ പറഞ്ഞ ഉലൂ ഖുവത്താവുന്ന കൂട്ടർ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ യമാമയിൽ വെച്ച് തഫ്സീറിൻ്റെ മുഖദ്ദിമയിൽ നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ. യമനിൽ വേണ്ട, അവർക്ക് ഒന്നും കിതാബ് നോക്കേണ്ട ആവശ്യമില്ല. യമനിലുള്ള മക്കയിൽ നിന്ന് 4 ദിവസം നടന്നാൽ എത്തുന്ന ദൂരത്തുള്ള ഒരു സ്ഥലമാണ് യമാമ. അവിടെ നടന്ന മുർത്തദ്ദീങ്ങളുമായി നടന്നൊരു യുദ്ധമാണ് എന്ന് ആ മുഖദ്ദിമയിലുണ്ട്. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. യമാമ യുദ്ധം മുസൈലിമത്തുൽ കദ്ദാബുമായിട്ട് റിയാദിൻ്റെ പരിസരത്തുള്ള യമാമയിൽ നടന്ന യുദ്ധമാണ് യമാമത്ത് യുദ്ധം. അതാണ് ഖുർആൻ മുസ്ഹഫായി എഴുതാൻ പ്രേരിപ്പിക്കാൻ ഉമർ റളിയല്ലാഹുവിന് പ്രചോദനമായത്. ഇതിൻ്റെ മുമ്പ് തന്നെ സെയ്ദ് ബിൻ സാബിത്തിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പന്തിയിലുള്ള ആളായിരുന്നു സാലിം മൗല അബൂ ഹുദൈഫ. നമുക്കൊക്കെ അറിയുന്ന ആളാണ് സാലിം മൗല അബൂ ഹുദൈഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ ഹിഫ്ളാക്കിയ ജാമിഅങ്ങളായ ആളുകളിൽപ്പെട്ട 1-ാം നമ്പറുകാരനാണ്. അവസാനത്തെ അർളിന് ഷാഹിദായവരിൽപ്പെട്ടവരാണ് സാലിം മൗല അബൂ ഹുദൈഫ. അദ്ദേഹം മറ്റാർക്കും തോന്നാത്തൊരു ബുദ്ധി അദ്ദേഹത്തിന് തോന്നി. അവസാനത്തെ അർള് കേട്ടതിന് ശേഷം ആ അർളിനനുസരിച്ച് ഖുർആൻ ജമ്മു ചെയ്തിരുന്നു. ഒരു ആയത്തിനെ പറ്റി ഉമർ റളിയല്ലാഹുവിനോട് സംശയം ചോദിച്ചു. ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, സാലിമുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് യാതൊരു പ്രയാസമില്ലായിരുന്നു. സാലിമ് അവസാനത്തെ അർളിന് ശേഷം താൻ ജമ്മു ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ദൗർഭാഗ്യവശാൽ സാലിമും അദ്ദേഹത്തിൻ്റെ മൗല അബൂ ഹുദൈഫയും രണ്ടാളും അറിയപ്പെട്ട കാര്യങ്ങളായിരുന്നു. അവരൊക്കെ മുസൈലിമത്തുമായുള്ള യുദ്ധത്തിൽ യമാമയിൽ കൊല്ലപ്പെട്ട് ഷഹീദായിപ്പോയി.
ഈ പാശ്ചാത്തലത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് സിദ്ദീഖിനോട് പറയുന്നത്, സിദ്ദീഖേ, സാലിം മൗല അബൂ ഹുദൈഫ ഷഹീദായിപ്പോയി, എൻ്റെ ജ്യേഷ്ഠനാവുന്ന സെയ്ദ് ഷഹീദായിപ്പോയി, ബഹുമാനപ്പെട്ട അബൂ ഹുദൈഫ ഷഹീദ്. അവരൊക്കെ അറിയപ്പെട്ട നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് ഖുർആൻ ആദ്യാവസാനം ഹിഫ്ളാക്കിയവരാണ്. അവരൊക്കെ പോയാൽ ഇനി ഈ ഖുർആൻ ഇനിയും 4 ഭാഗത്തും റോമക്കാരുമായും പേർഷ്യക്കാരുമായും യമൻകാരുമായും ഒക്കെ യുദ്ധം നടക്കുകയാണ്. ഹാഫിളീങ്ങൾ ഇങ്ങനെ മരിച്ചു പോയാൽ നബി തങ്ങളിൽ നിന്നിട്ട് ഖുർആൻ ജമ്മ് ചെയ്ത ഹാഫിളീങ്ങളായ ആളുകളില്ലാതെ വരുമ്പം ഖുർആനിൽ തർക്കം വരാനും ഖുർആൻ ചില ഭാഗം നഷ്ടപ്പെടാനും ഇടവരും. അതുകൊണ്ട് ജമ്മ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സാലിം മൗല അബൂ ഹുദൈഫ ഖുർആൻ എഴുതിയിരുന്നു എന്നാണ്. പക്ഷെ അത് പിൽക്കാലത്തേക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇനി സെയ്ദും കൂടി പോണതിന് മുമ്പ് അത് കിട്ടണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഈ ഇതെല്ലാം കൂടി. അപ്പോൾ അവർ ഒരേ സമയത്ത് നബി തങ്ങളിൽ നിന്നിട്ട് അവസാനത്തെ അർളിൽ നിന്നിട്ട് ഹിഫ്ളാക്കിയവരുടെ ഹിഫ്ള്, ആ അവസാനത്തെ അർളിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടതാണെന്ന് ഉറപ്പുള്ള, നബി തങ്ങളൊക്കെ ഓതി കേൾപ്പിച്ചാണ് ഉറപ്പുള്ള എഴുത്തുകളിൽ നിന്ന് ജമ്മ് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നുണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു ഖുർആൻ 30 ജുസും ഇന്നുള്ള ഈ രീതിയിൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി ഖുൽ അഊദു ബിറബ്ബിന്നാസ് കൊണ്ട് അവസാനിപ്പിക്കുന്ന 114 സൂറത്തുകൾ എഴുതി. പക്ഷേ ഈ എഴുതിയോടത്ത് സബഅത്ത് അഹ്റൂഫിൻ്റെ ഖിറാഅത്ത്, അത് നിങ്ങൾ പഠിച്ചതാണല്ലോ, സബഅത്ത് അഹ്റൂഫിൻ്റെ ഖിറാഅത്ത് ഒന്നാക്കിയിട്ടില്ല. പക്ഷേ അവസാനത്തെ അർളിൽ സബഅത്ത് അഹ്റൂഫ് മൻസൂഖായി ഒറ്റ ഹർഫിൽ ഓതണം എന്ന ഹുക്മ സുബൂത്തായി. അതിപ്പോൾ പറയാൻ പറ്റില്ല, ഒരു നീണ്ട വിഷയമാണ്. പശ്ചിമേഷ്യയിൽ ഖുർആൻ വരുത്തിയ പരിവർത്തനം എന്നറിഞ്ഞിട്ട് പണ്ട് ഇവിടെ പാറപ്പള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ആ കാര്യത്തെ വിശദമായി പറഞ്ഞു. അത് അവിടെ പറയേണ്ട വിഷയമാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഈ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ എഴുതുമ്പം അതിൽ മൻസൂഖ് ഒരൊറ്റൊന്നുമില്ല. അവസാനത്തെ അർളിലുള്ള ആയത്തുകളേ ഉള്ളൂ. ആ തർത്തീബും തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ അറബികൾക്ക് ഒരു ബന്ധഭാഷയില്ലായിരുന്നു, പത്രഭാഷയില്ലായിരുന്നു, റേഡിയോ ഭാഷയില്ലായിരുന്നു. ഓരോ ഗോത്രങ്ങൾക്കും പ്രത്യേക സർഫ്, പ്രത്യേക നഹ്വ്, പ്രത്യേക ലോത്ത്. ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഒരു ഭാഷയിൽ ഓതണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് ഒരു റുഖ്സ എന്ന നിലക്ക് സാധ്യമാകുന്നത് വരെ ഉപയോഗിക്കാമെന്നുള്ള ഒരു റുഖ്സ എന്ന നിലക്ക് പ്രധാനപ്പെട്ട അഹ്ലുൽ ഹിജാസിൻ്റെ ലോത്ത്, ഖുറൈശികളുടെ ലോത്ത്, ബനൂ തമീമിൻ്റെ ലോത്ത്, കൂഫക്കാരെ ലോത്ത്, ബസറക്കാരെ ലോത്ത് എന്ന് പറയുന്ന ഈ ലോത്ത് വ്യത്യാസത്തിൽ ഓതാനുള്ള റുഖ്സ അനുവദിച്ചിരുന്നു. ആ റുഖ്സ അനുവദിച്ച രീതിയിൽ തന്നെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു എഴുതിയത്. ഒറ്റ തർത്തീബാണ്, അതിൽ മൻസൂഖ് ഒറ്റൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. പക്ഷേ ആ കിതാബത്ത് നോക്കിയാൽ ഈ ഏത് ഹർഫനുസരിച്ചും ഓതാവുന്ന സാഹചര്യം നടന്നു. ഇന്ന് സബഅത്തുൽ ഖുർആനിൻ്റെ ഖിറാഅത്ത് നമ്മൾ ഈ ഒറ്റ മുസാഹിഫ് ഒന്നും ഓതാൻ കഴിയുമല്ലോ എന്നതുപോലെ 7 പ്രസിദ്ധമായ ലോകത്തനുസരിച്ച് ഓതാൻ പറ്റുന്ന നിലക്കായിരുന്നു ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്ന് ഖുർആൻ പബ്ലിഷ് ചെയ്യാൻ ലക്ഷ്യമില്ല. സംഗതി വശാൽ ഹാഫിളീങ്ങളുടെ അസാന്നിധ്യം വരികയും ഖുർആൻ്റെ ചില ഭാഗങ്ങൾ പിൽക്കാലത്ത് നഷ്ടപ്പെടാൻ ഇടവരുകയും ചെയ്യരുത് എന്ന ഒറ്റ കാരണത്താൽ എഴുതി ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഖജനാവിൽ ഖലീഫൻ്റെ നേരെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു. എന്തിനാ? ഒരു റെക്കോർഡ് പോലെ, രജിസ്റ്റർ പോലെ, ആവശ്യമുണ്ടാവുമ്പോൾ എടുത്ത് പരിശോധിക്കാൻ. അല്ലാതെ അന്ന് വേറെ പ്രശ്നമൊന്നുമില്ല സാഹിബാക്കൾക്കിടയിൽ. പിന്നീട് വരുമോ എന്ന് ഭയന്ന് അങ്ങനൊരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി ദൂരെ കണ്ടവരാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ. എഴുതി സൂക്ഷിച്ചു. കാലങ്ങൾ നീളും തോറും പുതിയ പുതിയ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തി. അറബി ഭാഷ കയറിച്ചെന്നു. അജ്മികളായ ആളുകൾ അറബികളായി, മുസ്ലിംകളായി. അവർക്ക് ഖുർആൻ ഓതാൻ പ്രയാസമായി. ലോത്തുകൾ തമ്മിൽ തർക്കായി. പ്രത്യേകിച്ചിട്ട് മറ്റേ നമ്മളെ അദർബിജാനിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാമിൻ്റെ കാരും ഇറാഖിക്കാരും ഒരേ സമയത്ത് ഒന്നിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇറാഖിക്കാർ ഓരോ ലോകത്തിനനുസരിച്ച് കൂഫ ലോകത്തും ബസറ ലോകത്തും ഒക്കെ അനുസരിച്ച് ഓലോതും.
മറ്റൊരു അഹ്ലിജാസിൻ്റെ ലോകത്തിലോ അല്ലെങ്കിൽ ബനു തമീമിൻ്റെ ലോകത്തിലോ ഒക്കെ ഓതും, അതിനൊന്നും ഒരു പ്രശ്നമില്ലേ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു വലിയ കാര്യമാണ്, ഹാഫിളാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇറാഖിക്കാർ ഒരു ശൈലിയിലോതും, ഷാമുക്കാർ വേറെ ശൈലിയിലോതും. അത് അനുവദനീയമാണ്. അതിൽ ഒരു തർക്കമായി. ഇറാഖിക്കാർ പറഞ്ഞ് അങ്ങനെ ഓതാൻ പാടില്ല. സഹാബാക്കളല്ലാത്തോലി ഓലങ്ങനെ കേട്ടിട്ടുള്ളൂ, നിങ്ങളെ ഓത്തോതാൻ പാടില്ല. മറ്റൊരു പറഞ്ഞു നിങ്ങൾ ഓത്തോതാൻ പാടില്ല. വേറൊരു കൂട്ടർ പറഞ്ഞു നിങ്ങൾ ഓതിന് കേടൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഓത്താണ് നിങ്ങൾ ഓത്തിനെക്കാട്ടും നല്ലത്. തിരിച്ച് മറ്റൊരു പറഞ്ഞു നിങ്ങൾ ഓതും പോലെ ഓതുന്നതിന് കേടൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഓത്താണ് കൂടിയതിൽ മുന്തി ഓത്ത്. ഇതൊരു തർക്കത്തിൻ്റെ വഴിയിലെത്തി. കൂട്ടത്തിൽ വേറൊരു രസമുണ്ട്. മദീനയിൽ തന്നെ പുറംനാടുകളിൽ നിന്നിട്ട് വന്ന് താമസിക്കുന്ന കുടുംബങ്ങളുടെ കുട്ടികൾ മദ്രസയിൽ വരുന്നു. അന്നൊക്കെ മദ്രസയാണ്, മദ്രസ വരുന്നു. ഉസ്താദ് ഓതിക്കൊടുക്കുന്ന ലോത്തിലല്ല കുട്ടി ഓതുന്നത്, കുട്ടി ഓതുന്ന ലോത്തിലല്ല ഉസ്താദ് ഓതിക്കൊടുക്കുന്നത്. അങ്ങനെ ഉസ്താദന്മാരും കുട്ടികളും തമ്മിൽ തർക്കമായി. അങ്ങനെയല്ല ലോത്ത്, അവിടെ അങ്ങനെയല്ല പറയേണ്ടത്, ഇവിടെ എങ്ങനെ. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ കാലിൻ്റെ ചോട്ടിൽ ഈ മദീനയിൽ തന്നെ അള്ളാഹിൻ്റെ കലാം എങ്ങനെ ഓതണ്ടെന്ന് ഉസ്താദും ശിഷ്യനും തർക്കിക്കുകയാണെങ്കിൽ അന്യദിക്കുകളിൽ എങ്ങനെയുണ്ടാവും? ഈ വിഷയം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണ്ടേ? ആ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദർബിജാനിൽ നിന്നിട്ടും ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യുദ്ധമൊക്കെ ഒഴിവാക്കി മദീനത്തേക്ക് അടിയന്തിരമായി വന്നു. യാ അമീറുൽ മുഅ്മിനീൻ അദ്രിക ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ യഖ്തലിഫു ഫീ കിതാബില്ലാഹി കമാ ഇഖ്തലഫത്തിൽ യഹൂദു വന്നസാറ. യഹൂദി നസാറാക്കൾ തൗറാത്ത് ഇൻജിലിനെ പറ്റി അഭിപ്രായ വ്യത്യാസമായതുപോലെ മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിനെ പറ്റി അഭിപ്രായ വ്യത്യാസമാവുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുമ്പ് ഈ ഉമ്മത്തിനെ നിങ്ങൾ സംരക്ഷിക്കണം എന്നപേക്ഷിച്ചു. ആദ്യം തന്നെ ഈ പ്രശ്നം ഇവിടെ ഉണ്ട്. കുട്ടികളെ ലോത്ത് വേറെ, ഉസ്താദിൻ്റെ ലോത്ത് വേറെ. കുട്ടികൾ പറയുന്ന ലോകത്തിലല്ല ഉസ്താദ് പറയുന്ന ലോകത്തിലെന്നല്ല മദീനയിൽ തന്നെ ഉണ്ട് പ്രശ്നം. അതോടുകൂടി ഇറാഖികളും ഷാമികളും ഒരുമിച്ച് കൂടിയപ്പോൾ അവർ തമ്മിൽ തർക്കിക്കുകയും അങ്ങനെയല്ല ഇങ്ങനെയാണെന്നും അതാണ് കൂടുതൽ ശരി ഇതാണ് കൂടുതൽ ശരി എന്നുള്ള തർക്കം വരികയും ചെയ്ത ഈ സാഹചര്യത്തിൽ രണ്ടാമത്തെ ജമ്മിന് ഡബിൾ അധ്വാനം നടത്തിയിരുന്നു. നേരത്തെ ചെയ്ത ഖുർആൻ കൊണ്ടുവന്ന് വെച്ച് അതിന്ന് കോപ്പി എടുക്കാനാണെങ്കിൽ ഒരു പണിയില്ല. 2 ആഴ്ച കൊണ്ടിട്ട് 10 ഖുർആൻ വേണമെങ്കിൽ കോപ്പി എടുക്കാം. എഴുതാനറിയുന്നവരന്നൊക്കെ 100 കണക്കിനായി കഴിഞ്ഞാൽ. അതല്ല ഇവിടെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൽ ഒരു ഹറഫിനെ പറ്റി പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. സഹാബാക്കളുടെ ഇജ്മാ കൊണ്ട് അംഗീകരിച്ചതേ പിൽക്കാലത്ത് വരുന്ന ഉമ്മത്തിന് അള്ളാഹിൻ്റെ കിതാബായി അംഗീകരിക്കാൻ കഴിയുള്ളൂ. അതിന് ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു 4 അംഗ സമിതിയെ തിരഞ്ഞെടുത്തു. ഒന്ന് നേരത്തെ അൻസാരിയാവുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹു തന്നെയാണ്. രണ്ടാമത് ഖുറൈശിയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ ബീവിയുടെ സുബൈർ ബിൻ അവ്വാന്റെ മകനുമാവുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല നബി തങ്ങളിൽ നിന്നിട്ട് ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കിയ ആളാണ്. ഖുറൈശികളായ 3 ആളുകളും അൻസാരിയായ സെയ്ദും 4 അംഗ കമ്മീഷൻ. അവരുടെ സപ്പോർട്ടേഴ്സായിട്ട് 12 പേര് ഖുറൈശികളും അൻസാരികളും അഥവാ മുഹജിരികളും അൻസാരികളുമാണ്. അപ്പോൾ എത്ര ആളായി? 16 ആൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ആദ്യം എഴുതിയ സമയത്ത് സപ്പോർട്ടിന് വേണ്ടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അതേ സമയത്ത് ഇവിടെ 4 അംഗ കമ്മീഷനാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്. അതിന് 12 സപ്പോർട്ടേഴ്സ് പുറമേ. 100% ഖുർആൻ മുത്തവാത്തിറായ നിലക്ക് സുബൂത്തായ ഹാഫിള് മുത്തഖിനായ 16 ആളുകളുടെ മേൽനോട്ടത്തിൽ 4 അംഗ കമ്മീഷൻ രണ്ടാമതും ഒരു അന്വേഷണം നടത്തി. എങ്ങനെ? ആദ്യത്തത് പോലെ തന്നെ രണ്ടാമത് ഒരു ജമ്മ് കൂടി നടന്നു.
ഈ ജമ്മിൽ ആകെ വന്ന വ്യത്യാസം നേരത്തെതിൽപ്പെട്ട ഒരു മാറ്റവും വരുത്താതെ ഇവിടെ ഒരു ഖിറാഅത്ത് അഥവാ ലഗത്തുൽ ഖുറൈശിന്റെ മേൽ ചുരുക്കി എന്നുള്ള ഒരൊറ്റ മാറ്റേ അവർ വരുത്തിയിട്ടുള്ളൂ. മറ്റെന്താ 7 ലഗത്തിൽ ഓതാൻ അനുവാദം ഉണ്ടല്ലോ തീർച്ചയായിട്ടെങ്കിലും അത് നിലനിൽക്കട്ടെ എന്ന് വെച്ചു. കാരണം അന്ന് അവിടെ പ്രശ്നമില്ല. ഇപ്പോൾ അത് പറ്റില്ല. എന്തുകൊണ്ട്? ഇറാഖിക്കാരൊരു അഭിപ്രായം പറയുമ്പോൾ കൂഫക്കാർ വേറൊരു അഭിപ്രായം പറയുന്നു. അതുപോലെ തന്നെ ഇനി ഈജിപ്തിൽ ഇസ്ലാം എത്തുമ്പോൾ ഈജിപ്തുകാരൊന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ നാട്ടുകാരും ഓരോന്ന് പറയുന്ന അവസ്ഥ ഇനി വരാൻ പാടില്ല. കാരണം തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് അവസാനത്തെ അർളിൽ ഒരു ഹറഫിന്റെ മേൽ ഹസ്ർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രയാസമുള്ള ചില ആളുകൾ റുസ്സ എന്ന നിലക്ക് മറ്റ് ഹർഫുകൾ ഉപയോഗിച്ചിരുന്നു. അതൊരു തർക്കവും ആക്ഷേപവും വരാത്ത നിലക്കാണെങ്കിൽ റുസ്സ എന്നുള്ളവർക്ക് അനുവദനീയമാണ്. പക്ഷെ ഇത് നീണ്ടുപോയാൽ ഖുർആനിൽ തർക്കത്തിന് വഴിവഴും എന്നതുകൊണ്ട് വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള അർളിൽ ഒരു ഖിറാഅത്ത് ഖുറൈശികളുടെ ലോകത്തിൽ ഒറ്റ ഖിറാഅത്തിൽ ഹസ്ർ ചെയ്തിട്ടുണ്ട്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി സബഅത്ത് അഹ്റുഫ് ഇല്ല, അത് തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ മൻസൂഖായി പോയിട്ടുണ്ട്. ഖുർആനിൽ നിങ്ങളും അൻസാരികളും തമ്മിൽ 3 പേരോട് പറയാം, നിങ്ങളും അൻസാരിയായ ബഹുമാനപ്പെട്ട സെയ്ദും തമ്മിൽ ലോകത്തുപയോഗിത്തോടത്ത് വല്ല ഖിലാഫം വന്നു. ഈ പറഞ്ഞ 7 ലോകത്തുകളിൽപ്പെട്ട ലോകത്തിൽ ഖിലാഫ് വന്നാൽ ഫക്തുബു അലാ ലോകത്ത് ഖുറൈശ്, നിങ്ങൾ 3 ആളില്ലേ ഖുറൈശിന്റെ ലോകത്തിൽ എഴുതിക്കോളി. സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്ന ആ ലോകത്തിൽ എഴുതണ്ട. കാരണം എന്തുകൊണ്ട്? ഫൈനൽ ഖുർആന ഉൻസിലത അലാ ലോകത്ത് ഖുറൈശ്, ആദ്യം മുതൽ അവസാനം വരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറക്കി കൊടുത്തത് ലോകത്ത് ഖുറൈശിലാണ്. പിന്നീട് ഉമ്മത്തിന് പ്രയാസമായപ്പോൾ എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നൊരു പൊതുഭാഷ ഇല്ലാത്തത് കൊണ്ട് താൽക്കാലികമായി അനുവദിക്കപ്പെട്ട ഒരു റൊസയായിരുന്നു. അവതരണം നടന്നത് മുഴുവൻ ഖുറൈശിന്റെ ലോകത്തിലാണ്. ആ ലോകത്തിൽ ഇനി മുതൽ എഴുതിയാൽ മതി. മറ്റേ ഇപ്പം എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകാനും ഓതാനും കഴിയുന്ന അവസ്ഥ വന്നു. ഓരോരുത്തർക്കും അവരുടെ ഭാഷ ഉണ്ടാവും. ആ ഭാഷ ഉണ്ടെങ്കിലും ഖുർആൻ വായിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ പത്രം കിട്ടി നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാവർക്കും വായിച്ചാൽ തിരിയില്ലേ? പക്ഷേ കാസർഗോഡുകാരൻ പറയുന്നതാണോ തിരുവനന്തപുരക്കാരൻ പറയാ, മലപ്പുറംകാരൻ പറയുന്നതാണോ ആലപ്പുഴക്കാരൻ പറയാ? ഓരോരുത്തർക്കും സ്വന്തം ഭാഷ ഉണ്ടെങ്കിൽ ഒരു ബന്ധഭാഷയുള്ളത് കൊണ്ട് ഈ ലോകത്ത് ഖുറൈശിൽ വായിച്ചാൽ അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും. അപ്പം അതുകൊണ്ട് ലോകത്തുൽ ഖുറൈശിലാണ് ഇറക്കപ്പെട്ടതെന്നതുകൊണ്ട് ആ ലോകത്ത് ഖുറൈശിൽ മാത്രമേ എഴുതാവൂ. ബാക്കി 6 ഹർഫും മൻസൂഖായി പോയിരിക്കുന്നു. അവസാനത്തെ ആഖിറുൽ അർളിൽ ഒറ്റ ഹർഫേ ഉള്ളൂ. ഇതിനെതിരിൽ ഇനി ഓതാൻ പാടില്ലെന്ന് മാത്രമല്ല, ഈ ഖുർആൻ ഈ 16 അംഗ കമ്മിറ്റി എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇമാം അലി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള പ്രമുഖരായ അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുഹാജിർ അൻസാറുകളെയും വിളിച്ചുകൂട്ടി. ഇതൊന്നും ഒരു പ്രഖ്യാപനത്തിലൂടെ നടത്തിയല്ല. സഹാബത്തിൽപ്പെട്ട മുത്തഖദ്ദിമീങ്ങളായ അൻസാർ മുഹാജിറുകളെ അന്ന് ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചുകൂട്ടി അവരോട് മുഷാവറ ചെയ്തു. ഞാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹുവിൻ്റെ കലാം പിൽക്കാലത്ത് അഭിപ്രായ ഭിന്നതക്ക് ഇടവരരുത്. അതുകൊണ്ട് ഖുർആൻ ഇറക്കപ്പെട്ടത് ലോകത്ത് ഖുറൈശിലാണ്. അവസാനത്തെ അർളിൽ ലോകത്ത് ഖുറൈശിൻ്റെ മേൽ ഹസറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ എഴുതിയ ഖുർആൻ ലോകത്ത് ഖുറൈശിൽ മുൻഹസറാണ്. ഇതിൽ നിന്ന് കോപ്പിയെടുത്ത് ഇസ്ലാമിൻ്റെ എല്ലാ പട്ടണങ്ങളിലേക്ക് അയക്കാനും അതനുസരിച്ച് എഴുതുകയും ഓതുകയും വേണം എന്ന് ഓർഡർ ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിപരീതമായുള്ള എല്ലാ എഴുത്തുകളും ചുട്ടുകരിച്ച് കളയണം എന്ന് ഓർഡർ ചെയ്യാണ്. കൂടിയ മുഴുവൻ മുഹാജിറുകളും അൻസാറുകളും ഒറ്റ ഖൗലൻ വാഹിദായിട്ട് പറഞ്ഞു, അൽ അംറു മാ റഅയ്ത, നിങ്ങൾ ആ അഭിപ്രായം അതാണ് ശരി, അങ്ങനെയാണ് വേണ്ടത്. മറ്റേത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ റഹസ്യമായിട്ട് അനുവദിക്കപ്പെട്ടതായിരുന്നു. ഇന്നതിൻ്റെ ആവശ്യമില്ല. അറബിയിൽ ആർക്കും ഏത് ലോകത്തുകാരനും ഖുർആൻ മനസ്സിലാവും, ലോകത്ത് ഖുറൈശ് മനസ്സിലാവും. അതുകൊണ്ട് ഇനി ആ 7 ഹർഫിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഉദ്ദേശിച്ച ഓർഡർ അതാണ് വേണ്ടത്. പ്രത്യേകിച്ച് അടിവരായിട്ട് ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രസ്താവനയുണ്ട്. ഇമാം അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ കാന അന
അപ്പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ ലകുന്തു അഫ്അലു മാ ഫഅല ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഇതേ ഒറ്റ ഖുറൈശികളുടെ ലോകത്തിൽ ഹസ്ർ ചെയ്ത് അതിലുള്ള തഫ്സീറുകളും തഅ്വീലുകളും മൻസൂഖാത്തും ഒഴിവാക്കി ആഖിറുൽ അർളിലുള്ള ഖുർആൻ എഴുതി ഖുറൈശിന്റെ ലോകത്തിൽ ഹസ്ർ ചെയ്തുകൊണ്ട് പബ്ലിഷ്, ഞാനാണ് അക്കാലത്ത് അമീറെങ്കിൽ ഖലീഫെങ്കിൽ ഞാനും അത് ചെയ്യുമായിരുന്നു. ലാ തൽഅനു ഉസ്മാൻ ഫഇന്നഹു അലാ ഖൈരിൻ വറഹ്മ. ഉസ്മാൻ നിങ്ങൾ ആക്ഷേപിക്കരുത്, വലിയ ഖൈർ, വലിയ കാരുണ്യം ലഭിച്ച മനുഷ്യനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത വലിയൊരു തൗഫീഖാണ്. മുസ്ലിം ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ മുസ്ഹഫുൽ ഇമാം എന്ന പേരിൽ ഒരു മാതൃകാ മുസ്ഹഫ് സ്വഹാബത്തിന്റെ ഇജ്മാ കൊണ്ട്, അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലതിൽ അന്നത്തെ ഖലീഫ മൂപ്പരാണെന്നുള്ളൂ, മുൻസാർ മുഹാജിറുകളാവുന്ന സഹാബത്തിന്റെ ഇജ്മാ കൊണ്ട് അംഗീകരിക്കപ്പെട്ട് ലോകത്ത് ഖുറൈശിലുള്ള ഖുർആൻ പബ്ലിഷ് ചെയ്ത് അതിലേക്ക് ഹംല് ചെയ്യുകയും ബാക്കിയുള്ളതെല്ലാം ചുട്ടുകരിക്കണമെന്ന് ഓർഡർ ചെയ്യുകയും ചെയ്തു. അതിൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ചില തർക്കം പറയുന്നവരുണ്ട് ഷിയാക്കൾ. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എഴുതിയിരുന്നൊരു ഖുർആനുണ്ട്. ആ ഖുർആന്റെ തർത്തീബ് ഈ ഖുർആന്റെ തർത്തീബ് ചുട്ടുകരിച്ചപ്പെട്ടതാണ്. അതാണ് ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖുർആൻ എന്നൊരു ഖുർആൻ ലോകത്ത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അതിന് കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീനാണെന്നും ഞാനായിരുന്നു ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്നും പ്രഖ്യാപിച്ച അലിയാർ തർത്തീബിനെതിരിൽ മൂപ്പർ ഖുർആൻ എഴുതിയ കാരണമുണ്ട്. നുസൂലിൻ്റെ തർത്തീബ് അനുസരിച്ച് എഴുതിയെന്നുള്ളൂ. പക്ഷെ അത് ഓതാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. ബാക്കിയെല്ലാം ചുട്ടുകരിക്കണം എന്ന ഓർഡർ വന്നപ്പോൾ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുതിയ ഖുർആൻ ചുട്ടുകരിക്കപ്പെട്ടു. അതിൽ ബാക്കിയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എനിക്ക് ഞാൻ തോന്നാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖുർആനിലെ തർത്തീബിന് കുറേ വ്യത്യാസമുണ്ട്. ഈ ഓർഡർ മഹാനവറുകളും കിട്ടീന്. ചില മുജ്തഹിദീങ്ങൾക്ക് ചില സ്വന്തം ഇജ്തിഹാദ് ഉണ്ടാവുമല്ലോ. ഇജ്മാ കൊണ്ടിട്ടാണ് ബാക്കിയൊക്കെ ചട്ടുകരിക്കണമെന്ന് പറഞ്ഞത്. ഇത് മാത്രമേ ഇനിമേലിൽ പിന്തുടരാൻ പാടുള്ളൂ എന്നത് സഹാബത്തിന് ഇജ്മാണ്. ആ ഇജ്മാ ഉണ്ടായിട്ടും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാനിത് നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് എൻ്റെ ചെവി കൊണ്ട് കേട്ട് തങ്ങളുടെ മജ്ലിസ് ഹദ്റത്തിൽ നിന്ന് എൻ്റെ കൈ കൊണ്ട് എഴുതിയെടുത്തതാണ്. അത് ഏതൊരാമറിൻ്റെ അമ്ര വന്നാലും ഞാനത് ചുട്ടുകരിക്കാൻ തയ്യാറല്ല. മറ്റേ ഖുർആൻ മുമ്പ് എതിർത്തിട്ടൊന്നുമില്ല. എനിക്ക് പറഞ്ഞ കാരണം എന്താ, നബിതങ്ങളിൽ നിന്നിട്ട് നേരിട്ട് ഓതി കേട്ട് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എഴുതിയെടുത്തത്, അത് ഞാൻ ചുട്ടുകരിക്കില്ല. അതുകൊണ്ട് എന്തായി, ഇന്നും മണ്ണാക്കി കൊണ്ട ഒരു മുള്ളു പോലെ അത് തടഞ്ഞ് വട്ടപ്പെട്ട് ഇടങ്ങാറായി വിഷമിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഖുർആന്റെ വിരോധികൾ പല സംശയങ്ങളും ഉന്നയിക്കുന്നത് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഈ ഖുർആൻ വെച്ചിട്ടാണ്. പക്ഷേ സ്വഹാബത്തിൻ്റെ ഇജ്മാ വന്നാൽ പിന്നെ ഷാദായ ഖൗലിന് എത്തിബാറില്ല. അതുകൊണ്ട് തന്നെ ആ മുസ്ഹഫിൻ്റെ ഖുർആനിയത്ത് സുബൂത്തായിട്ടില്ല. അതിന് ഖുർആൻ്റെ ഹുക്കുമുമില്ല. കാരണം എന്താ, ഇജ്മാ കൊണ്ട് അവിടെ വന്നുപോയി. സ്വഹാബത്തിൻ്റെ ഇജ്മാ വന്നുപോയി. ആ ഇജ്മായിൽ നിന്നിട്ട് ഷാദായി പോയാൽ ആ ഷാദ് മഖ്ബൂലല്ല, മർദൂദാണ്. അതിന് ഖുർആനിയത്തില്ല. എത്ര ആയത്തുകൾ ഇങ്ങനെ ഉണ്ട് ഇനി ഖുർആനിൽ, ഇങ്ങനെ ഉണ്ട് ഇനി ഖുർആനിൽ പറഞ്ഞിട്ട് ഹദീസ് വരുന്നു. അതിന് നമ്മളെന്താ പറഞ്ഞ ജമ്മുൻ ജവാമിലൊക്കെ ഷാദായ ഖിറാഅത്ത് നിസ്കാരത്തിൽ ഓതിയാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. ഖുർആൻ എന്ന നിലക്ക് ഓതലും എഴുതലും ഹറാമാണ്. ആ പെട്ട ഷാദ് പെട്ടതാണ്. അപ്പം പിന്നെ ഇതിൻ്റെ വിഷയത്തിൽ നിന്ന് വിധിച്ചുകൊണ്ട് ഇഷ്കാലി വരും. അപ്പം എന്നാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹറാമ് ചെയ്തോ? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുജ്തഹിദ് മുത്ലഖാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ദർബാറിലെ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ മുജ്തഹിദീങ്ങളിൽപ്പെട്ട മുജ്തഹിദ. മൂപ്പരുടെ ഇജ്തിഹാദ് ഞാൻ നേരിട്ട് കേട്ടതും തങ്ങളുടെ ഹദറത്തിൽ നിന്ന് ഞാൻ എഴുതിയതുമാവുമ്പോൾ അത് നിലനിർത്തൽ ഖൈറുണ്ട് എന്നാണ് മഹാനവറുടെ റഅയ്. മുജ്തഹിദിന് എതിറുണ്ട്, പക്ഷേ ബാക്കിയുള്ളവർക്ക് അതിനെ പിന്തുടരാൻ എതിറില്ല. അങ്ങനെ ഖുർആൻ
7 കോപ്പി എഴുതിയെന്നാണ്. 5 എന്ന് പറഞ്ഞോലുണ്ട്, പക്ഷെ അത് ശരിയല്ല. ആദ്യം ജമ്മ് ചെയ്തതിന് ശേഷം ഇവരുടെ നേതൃത്വത്തിൽ തന്നെ 7 കോപ്പി ഉണ്ടാക്കി. ഈ 1 തിരിച്ച് ഹഫ്സ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് ജമ്മ ചെയ്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശേഷം അടുത്ത ഖലീഫയാവുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയ്യിൽ ഉമർ റളിയല്ലാഹു അൻഹു കയ്യിൽ സൂക്ഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മകള് ഹഫ്സാബി ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സാബി റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. അത് എഴുതാൻ വേണ്ടി വാങ്ങി എഴുതി കഴിഞ്ഞതിന് തിരിച്ചു കൊടുത്തു. അത് ഹഫ്സാബീബിൻ്റെ കസ്റ്റഡിയിൽ അങ്ങനെ നിന്നു. ബാക്കി 7 മുസ്ഹഫിൽ 1 മദീനയിൽ ബഹുമാനപ്പെട്ട ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽനോട്ടത്തിൽ സംരക്ഷിച്ചു പോകും. 1 മക്കയിലേക്ക് കൊടുത്തയച്ചു, 1 ഷാമിലേക്ക് കൊടുത്തയച്ചു, 1 കൂഫയിലേക്ക് കൊടുത്തയച്ചു, 1 ബസ്രയിലേക്ക് കൊടുത്തയച്ചു, 1 യമനിലേക്ക് കൊടുത്തയച്ചു. 6 പട്ടണങ്ങളിലേക്ക് 6 കോപ്പി കൊടുത്തയക്കുകയും 1 കോപ്പി ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സൂക്ഷിക്കുകയും. എന്നിട്ട് മഹാനവർകൾ എല്ലാ പ്രദേശത്തേക്കും ഓർഡർ കൊടുത്തു. ഇനി മുതൽ ഇത് മുഖേന എഴുതാനും ഇതനുസരിച്ച് ഓതാനും മാത്രമേ പാടുള്ളൂ. ഇത് സഹാബത്തിൻ്റെ ഇജ്മാ കൊണ്ട് സുബൂത്തായതാണ്. ഇതല്ലാത്തതെല്ലാം ഷാദാണ്. അതുകൊണ്ട് ഷാദായത് എഴുതാനോ ഓതാനോ പാടുള്ളതല്ല. അഥവാ അങ്ങനെ എഴുതുകയാണെങ്കിൽ സനദ് സഹിയായാൽ ഹദീസിന് ഹുക്മുണ്ട്. ഖുർആനിയത്ത് സുബൂത്താവില്ല. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചെയ്ത ജമ്മിൻ്റെ ലക്ഷ്യം ഇഖ്തിലാഫ് ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും ഖുർആനിൻ്റെ വിഷയത്തിൽ ഇത്തിഫാഖാകണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജമ്മ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമ്മ് അതല്ല, മറിച്ച് കുറേ ഹാഫിളീങ്ങൾ ദൈനംദിനം മരണപ്പെട്ട് ഷഹീദായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നാൽ കാലക്രമേണ ഖുർആൻ മുഴുവനായി നബിതങ്ങളിൽ നിന്നിട്ട് ഹിഫ്ളാക്കിയവർ ഇല്ലാതെ വരികയും അങ്ങനെ ഖുർആൻ്റെ ചില ഭാഗങ്ങളെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുകയും ചെയ്യരുത്. ഖുർആനിൻ്റെ ഒരു ഔദ്യോഗിക മാസ്റ്റർ കോപ്പി എന്ന നിലക്ക് ഗവൺമെൻറ് ഔദ്യോഗികമായി സംരക്ഷിച്ചു വരുന്നൊരു കോപ്പി വരണം. അങ്ങനെ വന്നാൽ ആവശ്യമുണ്ടാകുമ്പോൾ ഇത് അടിസ്ഥാനമാക്കി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഇങ്ങനെ 2 ലക്ഷ്യത്തിന് വേണ്ടി. ഇനി ഖുർആനിനെ പറ്റി ഞാൻ പറഞ്ഞതിൻ്റെ വിഷയത്തിൻ്റെ അവിടെ വ്യതിചലിക്കൊന്നുമില്ല, പക്ഷേ നീളും. എനിക്ക് ഞാൻ കടക്കുന്നില്ലെങ്കിലും എൻ്റെ താല്യമങ്ങൾക്ക് ഞാനൊരു സൂചന തരുന്നു. ഇന്ന് നിലവിലുള്ള അവരുടെ അഭിപ്രായ പ്രകാരം ഏകദേശം 23% വരുന്ന ഷിഈ ന്യൂനപക്ഷം, അവർ പറഞ്ഞ കേട്ടോ 23, 77% സുന്നികളാണെങ്കിൽ 23% ഷിയാക്കളുണ്ട് എന്നാണ് പറയുക. ഷിയാക്കൾ എത്ര ഗ്രൂപ്പാണെന്നൊന്നും അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. ഈ ഗ്രൂപ്പുകളുടെ ഒക്കെ വിശ്വാസത്തിൽ ഈ ഖുർആൻ അല്ല എന്നുള്ള അഭിപ്രായമൊന്നും നിൽക്കില്ല. പക്ഷേ ഖുർആൻ്റെ 1/3 ഭാഗമേ സിദ്ദീഖിൻ്റെ കാലത്തും ജമ്മ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിലും ജമ്മ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. നിലവിൽ ഇന്ന് മുതദാവലായി നടക്കുന്ന ഖുർആൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ ഖുർആനിൻ്റെ സുലുസ് മാത്രമേ ഉള്ളൂ. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു കള്ള റിപ്പോർട്ടുണ്ട്. അൽ കാഫിയിൽ കുലൈനി ഉദ്ധരിക്കുന്നുണ്ട്. മൻ ഖാല ഇന്നഹു ഹഫളൽ ഖുർആന കുല്ലഹു ഫഖദ് കദബ. ലോകത്തൊരു മുസ്ലിമായ മനുഷ്യൻ ഞാൻ ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കി എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് ശുദ്ധ കളവാണ്. കാരണം സിദ്ദീഖിൻ്റെ ജമ്മിലും ഉസ്മാൻ ദുന്നൂറൈനി തങ്ങളുടെ ജമ്മിലും സുലുസുൽ ഖുർആനേ ഉള്ളൂ. സുലുസൈനിയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതെവിടെ ഉണ്ട്? ഇത്ര ഇമാം അലിയാരുടെ അടുക്കലുണ്ടായിരുന്നു, പിന്നെ ഹസൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലായി, പിന്നീട് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലായി, പിന്നെ സൈനുൽ ആബിദീൻ്റെ അടുക്കലായി. ഇങ്ങനെ പോന്ന് ഇവർ പറയുന്ന 12ാമത്തെ ഇമാമാകുന്ന മുഹമ്മദ് ബിനുൽ ഹസനുൽ അസ്കരി എന്നൊരാളുണ്ട് എന്ന് അവർ പറയുന്നു. അത് ചരിത്രം പഠിച്ചോൽക്കറിയാം അങ്ങനെ ഒരാളില്ല. ഹസനുൽ അസ്കരി റളിയല്ലാഹു തആല അൻഹുവിന് കുട്ടികൾ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിയായ താരീഖ്. അതുപോലെ 11ാമത്തെ ഇമാമായി ഹസനുൽ അസ്കരി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ വലിയ മഹാന്മാരാട്ടോ, അവരൊന്നും കൊച്ചാക്കരുത്, അവരൊക്കെ വലിയ മഹാന്മാരാണ്.
അവർക്ക് മുഹമ്മദ് എന്ന പേരിൽ ഒരു മകനുണ്ട് എന്നിവർ പറയുന്നു. ചിലരത് സമ്മതിച്ചുകൊണ്ട് തന്നെ 5-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്നും പറയുന്നു. ഇവർ പറയുന്ന അങ്ങനെയല്ല. 5 കൊല്ലം കഴിഞ്ഞപ്പം മുഹമ്മദ് ബിൻ ഹസൻ വൈബത്ത് സൂറ എന്ന് പറഞ്ഞ 73 കൊല്ലം അപ്രത്യക്ഷമായി ജീവിച്ചു. അതിന് ശേഷം പുറത്തു വന്നു. ഇതിനൊന്നും ചരിത്ര പിമ്പലല്ല കേട്ടോ. 73 കൊല്ലത്തെ വൈബത്ത് സൂറ ഉപയോഗിച്ചതിന് ശേഷം പുറത്തു വന്നിട്ട് തൻ്റെ അനുയായികളാവുന്ന ഷിയാക്കളോട് ചില കാര്യങ്ങളൊക്കെ വസിയത്ത് ചെയ്തിട്ട് സാമുറായിലുള്ള അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ സമീപത്തായി ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയതാ. ഇപ്പൊ വൈബത്ത് കുബറ. വൈബത്ത് കുബറ വന്നാൽ ഇനി ഖിയാമത്ത് നാളിൻ്റെ അടുത്ത് മൂപ്പര് വരും. ആ വരുന്ന സമയത്ത് ഈ ഖുർആനുമായിട്ടാ വരിക. ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്തെത്തിയിട്ട് ഇവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ബിൻ അസ്കരി എന്ന് പറയുന്ന ഈ മഹ്ദിയുൽ മൗഊദ് വന്നുമ്പോൾ മാത്രമേ ഖുർആൻ ഉണ്ടാവുള്ളൂ. അപ്പൊ 90 ജുസുള്ള ഖുർആനായിട്ടാണ് മൂപ്പര് വരിക. ഇപ്പോഴുള്ള ഖുർആൻ 30 ജുസല്ലേ ഉള്ളൂ. അതിൻ്റെ 2 ഇരട്ടിയും കൂടി കൂടുതലുണ്ടാവും. ഇപ്പൊ ഇതനുസരിച്ച് ഓതിയാൽ മതി, ഇതനുസരിച്ച് നിസ്കരിക്കാൻ പറ്റും, ഒക്കെ ചെയ്യും. പക്ഷേ ഖുർആൻ മുഴുവനായിട്ട് മുഹമ്മദ് ബിൻ അസ്കരി കൊണ്ടുവരും. അന്ന് പൂർണ്ണമായ ഖുർആൻ ഇവിടെ പ്രായോഗികം ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞാൽ ഓൻ പിന്നെ മുസ്ലിം ആവുമോ നിങ്ങൾ ചോദിക്കണ്ട. എനിക്ക് ഷിയാക്കളെ പറ്റി മുസ്ലിംകളെ കൂട്ടത്തിൽപ്പെട്ട മുബ്തദിഅത്ത് എന്ന് പറയുന്നതിലെ നല്ലത് ബിദ്അത്ത് കൊണ്ട് കുഫർ വന്നവരാണ് അവരിൽ ജംഹൂറും. കുറച്ചാളുകളല്ലാത്തവരുണ്ടാവാം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് ഖുർആൻ വെട്ടി തുറന്ന് പറഞ്ഞതല്ലേ. ഈ ഖുർആൻ ഞാനാണ് അവതരിപ്പിച്ചതെങ്കിൽ തീർച്ചയായും ഞാനത് ഖിയാമത്ത് നാളിനടുത്ത് വരെ ഞാനത് ഹിഫ്ള് ചെയ്യും. ഖുർആൻ ഉയർത്തപ്പെടുന്നൊരു സമയമുണ്ട് ഖിയാമത്ത് ചാരി. അതിൻ്റെ മുമ്പ് ഹിഫ്ള് ചെയ്യുന്നല്ല പറഞ്ഞില്ലേ. ഇതിലിപ്പോൾ 60 ജുസു ഇല്ല, ബാക്കി 30 ഉള്ളൂ 90 എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഹിഫ്ളാണത്? അത് ഖുർആൻ്റെ വാദത്തിനെതിരാണ്. ഇപ്പൊ ചില പുതിയ ഷിയ നേതാക്കന്മാർ പറയുന്നുണ്ട് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, നമുക്കങ്ങനെ പറയില്ല, ഇല്ലെങ്കിൽ നന്നായി. പക്ഷെ ഉണ്ട്, അവരുടെ പൂർവ്വവേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂർവ്വവേദങ്ങളുടെ പഴയ കിതാബുകളിൽ, അവരുടെ കിതാബുകളിൽ ഏറ്റവും ഞാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അസ്സലായ നമ്മൾ സഹീഹുൽ ബുഖാരിയുടെ അതേ സ്ഥാനത്ത് നിന്നത് അൽ കാഫിയാണ്. ഓല് പറയുന്ന ഇമാം അൽ കുലൈനി എന്ന് പറയും. ഈ അൽ കുലൈനിയുടെ അൽ കാഫി എന്ന് പറഞ്ഞ വലിയൊരു കിതാബുണ്ട്. മുസ്ലിമീങ്ങൾ അഹ്ലുസുന്ന ഇമാം ബുഖാരിയുടെ സഹീഹിന് എന്ത് സ്ഥാനമാണോ കൊടുക്കുന്നത് ആ സ്ഥാനമാണ് അൽ കുലൈനിയുടെ അൽ കാഫി എന്ന് പറയുന്ന കിതാബിന് കൊടുക്കുന്നത്. പക്ഷെ ആ കിതാബിന്റെ കള്ളി പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ വിഷയമല്ല, രസമുള്ള വിഷയമാണ്. അൽ കാഫി അൽ കുലൈനി എഴുതിയ സമയത്ത് 4000 ഹദീസുള്ളൂ. 4000 ഹദീസുള്ളൂ ഇതിൽ അൽ കാഫിയിൽ. നിലവിലുള്ള അൽ കാഫിയിൽ 16000 ഹദീസുണ്ട്. എന്നാലും ഓല് എന്തെന്നെ പറയുന്നത് ഈ അൽ കാഫിയാണ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹായ കിതാബ്. ആ കുലൈനിയിൽ 90 റിവായത്തിലൂടെ ഖുർആൻ വലിയൊരു ഭാഗം മാറ്റിമറിക്കപ്പെട്ട് തഹരീഫ് ചെയ്യപ്പെട്ടിട്ട് എന്ന് പറയും. നിങ്ങൾ പുറത്തൊന്നും പോയി പ്രസംഗിക്കണ്ട, കാരണം ചിലപ്പോൾ ഗുണത്തിലേറെ ദോഷം ചെയ്യും. ശരിയില്ലേ? അവരുടെ അടിസ്ഥാനപരമായി അവരുടെ പൂർവികരുടെ എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട് തഹരീഫ്. ഖുർആനിൽ തഹരീഫ് ആ 2 നിലക്കാണ്. അഹ്ലുൽ ബൈത്തിനെ പറ്റി പറഞ്ഞ എല്ലാ ഭാഗങ്ങളും വിട്ടുകളഞ്ഞു. സഹാബത്തിനെ കഠിനമായി ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതും വിട്ടുകളഞ്ഞു. ബാക്കിയുള്ളത് ഈ ഖുർആനിലുള്ളൂ. പക്ഷേ അത് ഇമാം അലി റളിയല്ലാഹു തആല അവരെ വലിയ ഇമാമാരാണല്ലോ. ആ നമ്മൾക്ക് ഒരാൾ ഇമാം അലി റളിയല്ലാഹു തആലയെ തൊട്ട് അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട്, ഇമാം ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ, മഹാനവറുകൾ ഈ ഉമ്മത്തിന് ചെയ്ത മഹത്തായ സേവനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിന്നാണ് ഈ ഖുർആൻ ജമ്മ ചെയ്യുകയും ജനങ്ങളെ ആ ഖുർആനിൻ്റെ മേൽ ജമ്മ ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞത്. ഞാനായിരുന്നു തൽസ്ഥാനത്തെങ്കിൽ ഞാനും അത് ചെയ്യുമായിരുന്നു എന്ന് ഇമാം അലിയാർ പറയുന്നു.
അപ്പം ഇമാം അലിയാർ ഉൾപ്പെടെയുള്ള മുഹാജിർ അൻസാറുകളാവുന്ന സഹാബത്തിൻ്റെ ഇജ്മാവ് കൊണ്ട് ഖുർആനിൽ ഒരു ഹറഫോ ഒരു ഹറക്കത്തോ ഒരു കെലിമത്തോ ഒരായത്തോ ഒരു സൂറത്തോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ബഹുമാനപ്പെട്ട സഹാബത്തിൻ്റെ ഇമാം അലിയാർ ഉൾപ്പെടെയുള്ള സഹാബത്തിൻ്റെ ഇജ്മാൻ. ഇതൊരു തുടക്കമാണ്. ഇനിയും ഈ വിഷയങ്ങളൊക്കെ നല്ലോണം ചിന്തിക്കണം, പഠിക്കണം, സംശയം തീർക്കണം. അള്ളാഹു തആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് വീട്ടിലും അള്ളാഹു പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിലും വിജയികളിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.